അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച്. വസന്ത എടി പോടി. ക്ലാപ്പ് അടിച്ച് തന്നെ ഈ വീഡിയോ തുടങ്ങണം. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല യൂട്യൂബേഴ്സും ഈ ഒരു ടോപ്പിക്കിൻ്റെ 3, 4, 5, 6 വീഡിയോസ് ഇട്ട സമയത്തും ഞാൻ 2 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. ഒന്ന് തൻവിട്ട വീഡിയോയും രണ്ടാമത് അഹാനിട്ട വീഡിയോയും. തൻവിട്ട വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എൻ്റെ സ്റ്റാൻഡ് അന്നും ഇന്നും ഒരുപോലെ തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അമ്മമ്മ ഈ ഒരു സാധനം വിഷയമാവാനുള്ളതിൻ്റെ റീസൺ സിന്ധു കൃഷ്ണ തന്നെയാണ്. സിന്ധു കൃഷ്ണേൻ്റെ അമ്മേനെ ആളുടെ ബ്ലോഗിൽ വന്ന് ഇതെൻ്റെ അമ്മയാണെന്ന് കാണിച്ചിട്ട് സമൂഹത്തിലുള്ള നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. ആൻഡ് ഈ അമ്മൂമ്മ തന്നെ കരഞ്ഞു വന്നിട്ട് പറയാൻ എന്നെ നോക്കാൻ ആരുമില്ല, നീ എന്നെ വന്ന് നോക്കുക എന്ന് പറയുമ്പോൾ സിന്ധു കൃഷ്ണ, ഭർത്താവ്, 4 പെൺകുട്ടികൾ, ഇവർ 5 പേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ നിൽക്കുകയാണ്. ഹോം ടൂർ വഴി ആ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും സമൂഹത്തിലോട്ട് അങ്ങ് ഇട്ടും കൊടുത്തു. പിന്നെ നമുക്കൊക്കെ ഒരു ചോദ്യം വരില്ലേ, എന്തുകൊണ്ട് അമ്മേനെ നോക്കിക്കൂടാന്ന്. കഴിഞ്ഞ 3-4 മാസം മുമ്പ് വരെ അവരവരുടെ വീഡിയോയിൽ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുന്നതും അമ്മേനെ കടയിൽ കൊണ്ടുപോകുന്നതും അമ്മയ്ക്ക് സാരി വാങ്ങുന്നതും ഒക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അമ്മേനെ പൊന്നുപോലെ നോക്കിയിട്ടുള്ള അമ്മ എന്തുകൊണ്ട് ഇവരെ നോക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇങ്ങനൊരു സാധനമാണ് ഇട്ടത്. അത് ഞാനല്ല, എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഇടാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അഹാന കൃഷ്ണ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടെ വന്നത്. ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അഹാന കൃഷ്ണ വന്നിട്ട് ഒരു പ്രോബ്ലമാറ്റിക് ലേഡിയാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചേതാണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അത്രയും നേരം നമ്മൾ അഹാനേൻ്റെ സൈഡ് കേട്ടിട്ടില്ല. നമ്മൾ കേട്ടത് അമ്മൂമ്മേൻ്റെ സൈഡ് മാത്രം. അഹാനേൻ്റെ സൈഡ് കേൾക്കുമ്പം ഓക്കെ, അഹാന പറഞ്ഞതിൽ എവിടെയൊക്കെയോ ശരിയുണ്ട് എന്ന് തോന്നിയ സമയത്ത് നമ്മൾ അഹാനേനെ അങ്ങ് സപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്ക് കുറേ ടീമുകൾ ഇങ്ങോട്ട് ചാടി കയറി അങ്ങോട്ട് വന്നു. അവരെല്ലാവരും കൂടെ വന്നിട്ട്, നീ എന്തായിരുന്നു അങ്ങനെ പറഞ്ഞേ, നീ എന്തായിരുന്നു ഇങ്ങനെ പറഞ്ഞേ, നീ എന്തായിരുന്നു മറ്റേത് പറഞ്ഞേ, ഇപ്പം നീ എന്താ മാറ്റി പറയുന്നേ. അഹാന വന്ന് ആദ്യം വീഡിയോ ഇട്ടിരുന്നോ? ഇല്ലല്ലോ. ഇവർ മാത്രമല്ലേ വീഡിയോ ഇട്ടത്. ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ടീമുകൾ വരെ വീഡിയോൻ്റെ താഴെ കയറി ഇതാണല്ലോ കമൻറ്റ് ഇട്ടേ. പിന്നെ അഹാനേൻ്റെ വീഡിയോ വന്നപ്പോഴേക്ക് അങ്ങനെ ഇന്നിതാ അതിലും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് തൻവി വന്നിട്ടുണ്ട്. അതിൽ അമ്മമ്മ പലതും പറയുന്നുണ്ട്, തൻവി പലതും പറയുന്നുണ്ട്, ചാറ്റുകൾ കാണിക്കുന്നുണ്ട്, സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. എന്തായി? ഇപ്പം അഹാനയ്ക്ക് ഹെയ്റ്റ് ആണല്ലോ സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. ഇപ്പം ആർക്കും ഒന്നും പറയാനില്ലേ? ഇപ്പം ആർക്കും ഒന്നും മിണ്ടാനില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. പിന്നെ കുറേ പേര് വീഡിയോൻ്റെ താഴെ വന്ന് പറയുന്നതാണ്, നിനക്കൊന്നും മറ്റുള്ളവരുടെ കുടുംബക്കാരെയും പറയാൻ നാണല്ലേ? അവർക്കൊന്നും നാണല്ലേ സ്വന്തം കുടുംബക്കാരെയും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടാൻ? നാണല്ലേ? അമ്മ വന്നിട്ട് പറയുക മോൾ എന്നെ നോക്കുന്നില്ല. അമ്മ വന്നിട്ട് പറയുക പേരക്കുട്ടി എന്നെ വട്ടീന്ന് വിളിച്ചു എന്ന്. ബിച്ച് ഞാൻ പറയുന്നില്ല, വട്ടീന്ന് വിളിച്ചു എന്ന്. നാണല്ലേ ഇവർക്കൊന്നും? ഇവർക്കൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് കുടുംബ കോടതിയാക്കി കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് വിളിച്ചു പറയാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ 2 എണ്ണം എടുത്ത് പറഞ്ഞാൽ ആഹാ ഊഹാ വാഹാ, എന്ത് വാഹാ. അപ്പോൾ എഗെയിൻ ഞാൻ വന്നിരിക്കുന്നത് അഹാന കൃഷ്ണൻ്റെ വീഡിയോ ആണ്. ഇതൊരിക്കലും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടല്ല, ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഇവർ വെറുതെ അങ്ങ് ഇറങ്ങിയേക്കുക. കാരണം നമ്മൾ വീഡിയോ മുഴുവൻ ഇരുന്നങ്ങ് കാണുക, അതിനുശേഷം വന്ന് വെറുതെ അനാവശ്യമായി കടന്നങ്ങ് ചൊറിയുക. ആ കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ദിസ് വീഡിയോ ഈസ് ടു എക്സ്പോസ് അഹാന കൃഷ്ണ. എക്സ്പോസ് ചെയ്തത് ഞാനല്ല, അഹാനയുടെ കസിൻ സിസ്റ്ററും അഹാനയുടെ അമ്മയുടെ അമ്മയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തൻവി എന്ന് പറയുന്ന വ്യക്തി ആളുടെ യൂട്യൂബ് ചാനലിൽ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ആ വീഡിയോ കാണുന്നില്ല. വീഡിയോ ഒന്നെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടാവും, ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ടോപ്പിക് ആവുക, അറിയുക. ആളിട്ട സമയം തന്നെ പല വ്യക്തികളും അത് എടുത്തു, സ്ക്രീൻ റെക്കോർഡ് ചെയ്തു, അവരവരുടെ പേഴ്സണൽ പ്രൊഫൈലിൽ കൂടിയൊക്കെ ഇങ്ങനെ നിരത്തി പിടിച്ച് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ന്യൂസായി, വിഷയമായി. ഇനി അവർ പ്രൈവറ്റ് ആക്കിയാൽ എന്ത്? അപ്പോൾ നമുക്ക് ഈ അഹാന അമ്മൂമ്മ പറയുന്ന വീഡിയോൻ്റെ ഒക്കെ മുമ്പായിട്ട് തൻവി കുറേ കാര്യങ്ങൾ മെയിനായിട്ട് തൻവിയുടെ അമ്മയായി ബന്ധപ്പെട്ടിട്ടും അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം.
അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ്സും ഇല്ല. എൻ്റെ അച്ഛനായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ശരിക്കായിട്ട് ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എൻ്റെ ഒരു പാമ്പർ പോലും എൻ്റെ അമ്മ മാറ്റിയിട്ടില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് എൻ്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ അപ്പൂപ്പനും അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നന്ദി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം കഴിഞ്ഞ തവണ അഹാന വീഡിയോ ഇട്ട സമയത്ത് പറയേണ്ടാത്തൊരു കാര്യം അഹാൻ ആ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ തൻവീൻ്റെ അമ്മയുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ അഹാനേൻ്റെ അമ്മ സിന്ധു കൃഷ്ണയുടെ പെങ്ങള മോളാണ് തൻവി. അപ്പോൾ ഈ സിന്ധു കൃഷ്ണയുടെ പെങ്ങളും അവരുടെ ആദ്യത്തെ ഹസ്ബൻഡും സെപ്പറേറ്റഡ് ആയി രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അവരുടേതായ രീതിയിൽ ജീവിക്കുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ തൻവിയുടെ ഫാദർ ഇപ്പം ഇല്ല എന്നാണ്. അപ്പം ഈ തൻവിക്ക് ഓഫ്കോഴ്സ് തൻവിയുടെ ഈ അമ്മയായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ തൻവി അമ്മയായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ പണ്ടെങ്ങാനും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തൊക്കെയോ സാധനം കണ്ടതായിട്ട് എവിടെയോ ഏതോ മൂലയിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് വെച്ചാൽ അഹാന തൻവിക്കൊരു കൊട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അഹാന ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു, ഈ തൻവി പറയുന്നത് പോലെ ഒന്നുമല്ല തൻവീൻ്റെ അമ്മ ഒരു പാവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. തൻവീനെ അത് ഹേർട്ട് ചെയ്തു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ വീഡിയോ കംപ്ലീറ്റിൽ കാണാനുണ്ട്. തൻവീൻ്റെ ഒരു ഫോക്കസ് ഏറ്റവും കൂടുതൽ അമ്മേനെ പറ്റി അങ്ങനെ പറഞ്ഞു. അമ്മേനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അമ്മ അതല്ല, അമ്മ ഇങ്ങനെയാണ്, അതാണ് ഇതാണ്. ആന വെറുതെ വലിച്ചു വാരിയിട്ടതാണ്. അത് തൻവിക്ക് കൊണ്ടു. അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഈ വീഡിയോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു സാധനം പറഞ്ഞു, അമ്മൂമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തൻവീനെയാണ് എന്ന് പറഞ്ഞാൽ. ഞാനൊരു പേരക്കുട്ടിയാണ്. എനിക്ക് അമ്മമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്. എൻ്റെ അമ്മമ്മ ഓർ അച്ഛമ്മ വേറൊരു പേരക്കുട്ടീൻ്റെ അടുത്ത് ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു ഓവർ ഇഷ്ടം കാണിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി പേരക്കുട്ടി എന്ന നിലയിൽ എനിക്ക് ഡൈജസ്റ്റ് ആവില്ല. അത് ഏത് പേരക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ മറുപടി മാത്രമേ ഉള്ളൂ. തൻവി എപ്പോഴും വീഡിയോയിൽ വന്നുകൊണ്ട് അമ്മമ്മയ്ക്കും അപ്പൂപ്പനും എന്നെ ഇഷ്ടമാണ്, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്നെയാണ് ഇഷ്ടം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ആ രീതിയിൽ അമ്മൂമ്മ ബാക്കിയുള്ള പേരക്കുട്ടികളെ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് തൻവിക്കൊരു മോർ അറ്റൻഷൻ കൊടുക്കുന്ന സമയം ചിലപ്പോൾ ബാക്കിയുള്ള ഗ്രാൻഡ് ഡോട്ടേഴ്സിന് അത് ഹേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലർ റിയാലിറ്റി മനസ്സിലാക്കും, അത് ഇന്ന കാരണത്താലാണ് അല്ലെങ്കിൽ ഇന്ന റീസൺ കൊണ്ട് അമ്മ കാണിക്കുന്നതാണ്, അമ്മയ്ക്ക് എല്ലാവരും സെയിം ആണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഇത് മനസ്സിലാക്കൂല. അതിപ്പോൾ ഇത്ര വലിയ തെറ്റായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ തൻവീനോട് സ്നേഹം കാണിക്കാണ്ട് ഇവർ നാലാളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ തൻവി ഇതൊക്കെ തന്നെയാണ് പറയുക. അതൊന്നുമല്ല. ഇനി ഇത് കേട്ടിട്ട് ഞാൻ അഹാനേനെ സപ്പോർട്ട് ചെയ്തു എന്നൊന്നും പറയണ്ട. ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതുതന്നെയാണ്. അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛനായിരുന്നു ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാൻ ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദി കേട് കാണിക്കാൻ പറ്റൂ? ഇവർ തമ്മിൽ അടിയായി. ഓക്കെ, തൻവി പറയുന്ന ഈ ഒരു ഇമോഷനെ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അഹാൻ ഇനി അവിടെ കയറിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും തൻവീൻ്റെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചേതാണ് എന്ന് പറഞ്ഞാലും തൻവി പറയുന്നിടത്തോളം ഒരിക്കലും വരില്ല. അത് സമ്മതിക്കുന്നു. അഹാനയ്ക്ക് ഓഫ്കോഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേ, കാരണം ഇത്രയും കാലം അഹാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഈ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് അഹാൻ അമ്മേൻ്റെ അടുത്ത് പറയുമ്പോൾ അത് ഓഫ്കോഴ്സ് തൻവീനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻവിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാം. പക്ഷേ ഒരു മോളെ സംബന്ധിച്ചിട്ട് ഇപ്പം ഞാൻ തൻവി അമ്മയുള്ള ഫോട്ടോസ് കാണുന്നില്ല, തൻവി അമ്മയുള്ള വീഡിയോസ് കാണുന്നില്ല, തൻവീൻ്റെ കുട്ടീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ, പ്രഗ്നൻസി, ഈ സ്റ്റേജിലൊന്നും തൻവീൻ്റെ അമ്മേനെ ഈ ഫീൽഡിൽ കാണുന്നില്ല അല്ലെങ്കിൽ ഈ പരിസരത്ത് കാണുന്നില്ല. ഇപ്പം തൻവീൻ്റെ അമ്മയ്ക്ക് ഒരു റോളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ കല്യാണം കഴിച്ചു, അവർ സെപ്പറേറ്റഡ് ആയി എന്ന് കരുതിയിട്ട് മോളെ നോക്കാണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ നോക്കാണ്ട് അമ്മ നിന്നിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് തൻവീനെ സംബന്ധിച്ചിട്ട് അമ്മ അത്ര നല്ലതല്ല. തൻവിക്ക് അന്നും ഇന്നും എന്നും പറയാം. ചിലപ്പോൾ അഹാനേനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ തൻവീനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ തൻവി പറഞ്ഞ പോലെ ഒരു കാര്യമാണെങ്കിൽ തൻവിയുടെ അമ്മ എന്ന് പറയുന്നത് ഒരു ഗുഡ് ലേഡി ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു അമ്മയ്ക്ക് അമ്മേൻ്റെതായ റോൾസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തിടത്തോളം കാലം അവരൊരു അമ്മയല്ല. പിന്നെ അടുത്തൊരു മെയിൻ സാധനം ഈ നോക്കൽ.
ഇവിടെ തൻവി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, അഹാനയ്ക്കും ഫാമിലിക്കുമാണ് അമ്മമ്മേനോട് വിഷയമുള്ളത്, പിന്നെ ഞാൻ അമ്മമ്മേനെ നോക്കുന്നത് എന്താണ് ഇത്ര വലിയ തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. തൻവി അമ്മമ്മേനെ നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരാളും ഇവിടെ തെറ്റ് എന്ന് പറയുന്നില്ല. കാരണം തൻവി പറഞ്ഞതുപോലെ തൻവിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പം തൻവിനെ ടേക്ക് കെയർ ചെയ്തത് ഈ അമ്മമ്മയും അമ്മച്ചനുമാണെങ്കിൽ ഈ അമ്മമ്മേനെയും അമ്മച്ചനെയും ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഓഫ് കോഴ്സ് തൻവിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ടേക്ക് കെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആസ് എ ഗ്രാൻഡ് ഡോട്ടർ എന്ന നിലയിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അത് ഇയാളുടെ ഇതാണ്, കടമയാണ്. പക്ഷേ ഇവിടെ പ്രശ്നമായത് എന്താ അറിയോ, തൻവി കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നോളൂ, അമ്മൂമ്മേനെ നോക്കിക്കോളൂ, ഒരു വിഷയമില്ല. തൻവി എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടത്? ഓഫ് കോഴ്സ് സിന്ധു കൃഷ്ണ, കൃഷ്ണകുമാർ, അവരുടെ മക്കൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉള്ള ആൾക്കാരാണ്. ഇവരെ പറ്റി എന്തെങ്കിലും ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈവൻ റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീഡിയോൻ്റെ താഴെ കമൻറ്റും പൊങ്കാലയും അതും ഇതും മറ്റേതും മറിച്ചതൊക്കെ വരും എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൻവി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മൂമ്മയുടെ വീഡിയോയും കൂടെ കൊണ്ടുപോയി ഇട്ടു. അമ്മൂമ്മ പടന്ന് പറയുന്നത് എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും കാണാൻ വരുന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല. എന്തായാലും ചോദ്യം വരും, എവിടെ പോയി സിന്ധു കൃഷ്ണ, എവിടെ പോയി കൃഷ്ണകുമാർ എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുടുംബ മാറ്റർ കൊണ്ടുപോയിട്ട് പബ്ലിക്കാക്കി അത് സംസാരിക്കാനുള്ള ഒരു സ്പേസ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തതാണ് തൻവിയുടെ മിസ്റ്റേക്ക്. അല്ലാണ്ട് ഒരിക്കലും അമ്മൂമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. ഇത് ഇൻറ്റൻഷനലി തൻവി ചെയ്തൊരു സാധനമാണ് എന്നുള്ളത് തൻവിൻ്റെ ഇതും കൊണ്ടറിയാം. അപ്പോൾ തൻവി എന്തിനാ വെറുതെ ഞാൻ എന്താ തെറ്റ് ചെയ്തേ ചോദിക്കുന്നത്? അപ്പോൾ അഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി 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 എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ എന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ, അവിടെ കൊച്ചുങ്ങൾ മൂന്നും, ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണമെല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ ഒരു 6 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്കിടാൻ ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും ഇല്ല. എൻ്റെ കാതൊന്നും അത് വീട് ക്യാൻഡയിൽ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ പോലും മേടിക്കാനുള്ള സമയമില്ലായിരുന്നു സാഹചര്യം. ഇത് ഏതൊരു ഡൂപ്ലി കമ്മലാണ്, ഇത് അടയാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പം എനിക്ക് ഇതൊന്നും പബ്ലിക്ലി ഇടാൻ താല്പര്യമില്ല. പക്ഷേ ഇതാണ് തൻവിൻ്റെ അമ്മേനെ കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ പകുതി കാര്യങ്ങളും കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇതിൽ ഏറ്റവും ഇമോഷണലി എന്നെ ബാധിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, തൻവി അമ്മേനെ കാണാൻ വേണ്ടി ബാംഗ്ലൂർ പോയ സമയത്ത് നീ എൻ്റെ മകളാണെന്ന് പറയരുത്, പകരം നീ എൻ്റെ സിസ്റ്റർ മകളാണ് എന്ന് പറയണം. ഇതൊക്കെ തൻവി ഉണ്ടാക്കി പറഞ്ഞതായിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഒരാളും ഇതൊന്നും ഉണ്ടാക്കി പറയില്ല. ബാക്കി അമ്മൂമ്മ ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഫർദർ വരുന്ന വീഡിയോയിൽ അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ അമ്മൂമ്മ കരയുന്നത് അല്ലെ തൻവി കരയുന്നത്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡ്രാമയായിട്ട് കാണാം. ഈ കഥയിലില്ലാത്ത, ഈ ഫ്രെയിമിലില്ലാത്ത അമ്മയുടെ ഒരു ചാപ്റ്റർ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെയൊക്കെ തൻവി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യം ഉണ്ടാവില്ലേ? ആൻഡ് അത്ര നല്ല പെർഫെക്റ്റ് അമ്മയായിരുന്നെങ്കിൽ അവരൊരിക്കലും ഈ മോളൊറ്റയ്ക്ക് ആക്കില്ലായിരുന്നു. അവർ കല്യാണം കഴിച്ചാൽ തൻ്റെ കൂടെ ചേർത്ത് നിർത്തും. അങ്ങനെ എത്ര അമ്മമാരുണ്ട്. ഡിവോഴ്സ് ആവുക കോമൺ ആണ്. രണ്ടുപേരും മ്യൂച്വലി നിന്ന് പോകാൻ പറ്റില്ലെങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്.
പക്ഷേ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന അവരുടെ ഫർദർ ലൈഫിൽ അവരവരുടെ മക്കളെ ഹോൾഡ് ചെയ്യാത്ത അമ്മമാർ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പം ഇതാണ് അമ്മേൻ്റെ ഒരു ഇമേജ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അഹാന വന്നിട്ട് ഈ അമ്മേനെ അങ്ങ് അടിപൊളിയാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തത്? അത് അഹാന ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അതിനെ നിങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ ആ അമ്മ ഒന്ന് പറയട്ടെ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പൂപ്പൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ എന്നെ വിളിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൂപ്പൻ്റെ എല്ലാ കാര്യങ്ങളും സിന്ധുവമ്മയും അമ്മവും നോക്കിയിട്ടുണ്ട്. ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അമ്മൂമ്മയുടെ കാര്യങ്ങൾ അവർ കുറേ നോക്കിയായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതും ഞാനുമായിട്ട് എന്ത് ബന്ധമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ കാര്യം നോക്കി ക്യാൻറ്റീൻ നിന്ന് എൻ്റെ അമ്മൂമ്മ വിളിച്ച് കരയാൻ പറ്റും. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? വരാതിരിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അമ്മൂമ്മേനെ നോക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല. ഈ കുത്തിത്തിരിപ്പ് സ്വഭാവത്തെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. തൻവിയുടെ അമ്മേനെ കുറിച്ചിട്ട് അഹാന പറഞ്ഞു. ദാറ്റ്സ് റോങ് ഓഫ് കോഴ്സ്. പക്ഷേ ആ ഒരു സാധനം വന്നതോടുകൂടി തൻവി ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോയിൽ കൂടെ തൻവിൻ്റെ അമ്മേനെ കംപ്ലീറ്റ് അങ്ങോട്ട് എക്സ്പോസ് ചെയ്തു. തൻവി ഒരു വീഡിയോ ഇട്ടുകൊണ്ട് സിന്ധു കൃഷ്ണ അമ്മേനെ നോക്കുന്നില്ല എന്നുള്ളൊരു സാധനം സോഷ്യൽ മീഡിയയിൽ കൂടെ കൺവേ ചെയ്തു. എന്തുകൊണ്ട് നോക്കുന്നില്ല എന്നൊരു സാധനത്തിൻ്റെ എക്സ്പ്ലനേഷനുമായി അഹാന വന്നു. എഗെയിൻ അഹാനേനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അഹാന കൊള്ളാം, അല്ല അഹാന അടിപൊളിയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കമൻറ്റ് താഴെയും വന്നിരുന്നു. ഇങ്ങനെയൊക്കെ പൊങ്കാന വന്നതോടുകൂടി വാട്ട് ഈസ് അഹാന എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അഹാനേൻ്റെ ചാറ്റുകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അമ്മൂമ്മ എന്താണ് അഹാനയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നുള്ളൊരു സാധനം കൂടി ഇട്ടു. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വലിച്ചു വാരി നിങ്ങളുടെ ഫാമിലിയിലെ പേഴ്സണൽ കാര്യങ്ങളിട്ട് മറ്റൊരാൾക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്ക്, യൂട്യൂബ് തുറന്നു നോക്ക്, ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ളത് അഹാനേൻ്റെ തംബ്നെയിൽസ് ആണ്. അഹാനയുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു കോണ്ടൻറ്റ് വന്നാൽ ഇത് തന്നെയാണ് ഡിസ്കഷനിൽ നിൽക്കുക. ഇത് തന്നെ എല്ലാവരും എടുത്ത് സംസാരിക്കുകയുള്ളൂ. ഇനി കുടുംബക്കാര്യങ്ങൾ പറയേണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കുടുംബക്കാര്യം ഇടുന്ന ആൾക്കാരോട് അടങ്ങിയിരിക്കാൻ പറയൂ. ഓക്കെ, പറയട്ടെ. ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാണ് അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മേനെ പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണതെന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് കളവ് എൻ്റെ കൊച്ചാണ് സത്യം. ദഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് അലൈവ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല, അഹാനാണ് എന്നെക്കുറിച്ച് ഇട്ടേക്കണമെന്നുള്ളൂ. ഞാൻ അഹാനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രം മനസ്സിലായല്ലോ. അനാവശ്യമായി കൊണ്ടുവന്നിട്ടൊരു സാധനം നന്നായി ട്രിഗർ ആയതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ തൻവീൻ്റെ വീഡിയോയിൽ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പം തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ സോ കോൾഡ് അഹാന സത്യ. ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോൻ്റെ താഴെ അയ്യോ സിന്ധു കൃഷ്ണ ഫാമിലി അങ്ങനെയാണ്, കൃഷ്ണകുമാർ അങ്ങനെയാണ്, മറ്റേതാണ് എന്ന് പറഞ്ഞ ടീമാണ് അഹാനേൻ്റെ വീഡിയോ കണ്ടിട്ടോ അയ്യോടോ അച്ചുടോ എന്ന് പറഞ്ഞിട്ട് വന്നേ. അപ്പം അഹാന എന്താണെന്നുള്ള എക്സ്പോസ് ചെയ്യാണ്. ഇനി ഇതിലൊരു മെയിൻ വേർഡ് ബിച്ച് എന്ന് വിളിച്ചത്. ഡു യു തിങ്ക് ഇസ് ദാറ്റ് ഗുഡ്? ആദ്യം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാണ്ട്, ഇത് ശരിയായിട്ടുള്ള പദപ്രയോഗമാണോ? ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പദപ്രയോഗമാണോ? നിങ്ങൾക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. തുറന്ന് പറയാം, എനിക്ക് പറ്റില്ല. അമ്മമ്മ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ എത്രയോ പ്രായത്തിന് മൂത്തൊരു വ്യക്തിയാണ്. ഓക്കെ, അവർ നമ്മളുടെ അടുത്ത് മോശമായി പെരുമാറുകയാണെങ്കിൽ നമുക്ക് തെറ്റാം, നമുക്ക് മിണ്ടാതിരിക്കാം, ഫൈൻ, ഐ റെസ്പെക്റ്റ്.
പക്ഷേ ഈ രീതിയിൽ അവരെ മുഖത്ത് നോക്കി സംസാരിക്കുക. ഞാൻ കഴിഞ്ഞ തവണ റിയാക്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അഹാന അവരെന്നോ അങ്ങനെ എന്തോ ഒരു ടേം യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അതിൽ വളരെ ക്ലിയർ ആയിട്ട് എന്നെ സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും ഒരമ്മമ്മയുടെ മുഖത്ത് നോക്കി ബിച്ചസ് എന്ന് വിളിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും. അത് ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ എക്സ്പ്ലനേഷൻ അഹാന ഇട്ടാൽ, അഹാന ഇനി ആ അമ്മമ്മ പറഞ്ഞിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള പബ്ലിക് ആക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ വരെ അഹാന കൊണ്ടുപോയി ഇതിലിട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ടേമിൽ അമ്മൂമ്മേനെ വിളിക്കുന്ന ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ മിണ്ടണം, ടേക്ക് കെയർ ചെയ്യണം, കൂടെ നിൽക്കണം, വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം, ഇതൊന്നും പറയുന്നില്ല. ദാറ്റ്സ് അപ് ടു യു. പക്ഷെ ഇത്രയും ഏജ് ആയിട്ടുള്ളൊരു വ്യക്തിനെ ഈ രീതിയിൽ വിളിക്കുക, ഇതിപ്പോൾ എന്ത് സെൻസിലാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ഞാൻ പറയുന്നു. ഇനി നമ്മൾ അമ്മൂമ്മേൻ്റെ കുറച്ച് വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിയത് നോക്കാം. പറഞ്ഞോ. എൻ്റെ മക്കള് എന്നെ അമ്മൂമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇനി വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇനി വാ, നീ ഇനി. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം. അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ ഞാൻ പറയാം. അമ്മൂമ്മയുടെ ഈ കോൺവെർസേഷനിൽ കൂടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അമ്മൂമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അഹാനേനോടാണ്. അഹാനേൻ്റെ പേര് മാത്രമാണ് അമ്മൂമ്മ എടുത്തു പറഞ്ഞത്. അമ്മൂമ്മ പറഞ്ഞു, ഞാൻ വെറുതെ നുണ പറയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഹൻസികയുടെയും ഓസിയുടെയും പിന്നെ ഇഷാനിൻ്റെയും പേര് പറയാം. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്നോട് മോശമായി പെരുമാറിയത് ആരാണ്? അഹാനയാണ് എന്നുള്ളത്. ആൻഡ് അഹാന വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അമ്മൂമ്മ അഹാനേൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ റിഫ്ലക്ഷനിലാണ് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, മോശമായ രീതിയിൽ അമ്മൂമ്മ അഹാനേനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാൾ നേരെ കയറി നമ്മളെ വന്നിട്ട് തെറി പറയുമോ അല്ലെ മോശമായി പറയുമോ? നമ്മളങ്ങോട്ട് എന്തെങ്കിലും പറയണം, തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പറയണം.
അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാവുമ്പോഴായിരിക്കും മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വീണിട്ടുണ്ടാവുക. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അപ്പൂപ്പൻ്റെ അസുഖം, അതിനിടയിൽ ഇവർ പറഞ്ഞ പോലെ ഈ 10-20 ഹോം നേഴ്സ് വന്ന് പോകുന്നു, ഇത് ഭയങ്കര പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അഹാന തന്നെ പല ഇൻ്റർവ്യൂസിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ് എന്നുള്ളത്. പല വിഷയങ്ങളിലും അഹാന വന്ന് റിയാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ താഴെ ക്യാപ്ഷനിൽ എഴുതിയിടുന്നതും കണ്ടാൽ അറിയാൻ പറ്റും. അഹാന കുറച്ചും കൂടെ ഒരു റിയാക്ഷൻ കുറച്ച് ഉള്ള ടൈപ്പാണ്. ഇഷാനി ഇച്ചിരി സൈലൻ്റ് ആണ്, ഹൻസിക ഇച്ചിരി സൈലൻ്റ് ആണ്. ഓസിയും അത്യാവശ്യം റിയാക്ട് ചെയ്യും, എന്നാൽ ഓസിൻ്റെ കാര്യങ്ങളിൽ മാത്രമാണ് ഒരു ഓവർ റിയാക്ഷൻ കണ്ടിട്ടുള്ളത്. അല്ലാണ്ടുള്ള സാധനത്തിലൊന്നും ഓസി അധികം പറയുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അഹാന എന്ന് വെച്ചാൽ ഫാമിലിയിൽ ഏത് വ്യക്തിയുടെ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഫ്രണ്ട് കയറി സംസാരിക്കുന്ന അഹാനയാണ്. മേ ബി മൂത്ത കുട്ടി, ബോൺലെസ്, പല കാരണങ്ങളാലായിരിക്കാം. അപ്പോൾ ഈ 5-6 തവണ ഇത് പോവുക വരിക അതിൻ്റെ കംപ്ലയിൻസ് ഉള്ള അഹാനയിൽ വരുമ്പോൾ അഹാന ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടാവും, അഹാന ട്രിഗർ ആയിട്ടുണ്ടാവും. ഈ ഇറിറ്റേഷൻ്റെയും ട്രിഗറിൻ്റെയും ഷോർട്ട് ടെമ്പേറിൻ്റെയും പുറത്ത് അഹാന ചിലപ്പോൾ അമ്മൂമ്മേൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പം അമ്മൂമ്മ തിരിച്ച് ചൂടായിട്ടുണ്ടാവാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായിട്ടുണ്ടാവും, അമ്മൂമ്മ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം ഞാൻ എപ്പോഴും പറയുകയാണ്, ഒരാൾ മാത്രം വിചാരിച്ച് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ശബ്ദം ഉണ്ടാവില്ല. 2 കൈയും കൂട്ടി അടിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവൂ, ശബ്ദമുണ്ടാവും. അപ്പം ചിലപ്പോൾ അമ്മൂമ്മേൻ്റെ ഭാഗത്ത് ഒരു 80% തെറ്റുണ്ടെങ്കിൽ ഒരു 50% അഹാനേൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ഫാമിലീൻ്റെ സൈഡിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രണ്ട് കംപ്ലീറ്റ് മിസ്റ്റേക്ക് ഇവരെ സൈഡിലാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു നാണയത്തിന് 2 സൈഡുള്ള പോലെ ഒരു പ്രശ്നത്തിന് 2 സൈഡും ഉണ്ടല്ലോ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്കൊരു ഓവർ ഡ്രാമ പോലെ, ഒരു ഓവർ അഭിനയിക്കുന്ന പോലെയൊക്കെ തോന്നി. എന്തായാലും ബാക്കി കാണാം. അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ, മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നേഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞും കൊണ്ടുപോയ ഒരു ഹോം നേഴ്സിനെ. കാരണം ഏത് ഹോം നേഴ്സ് ഇവിടെ വന്നാലും ഹോം നേഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം, കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്. ആ സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞോ? ഇപ്പോൾ ഹോം നേഴ്സിനെ പറഞ്ഞ് ഏൽപ്പിച്ച 2 ആൾക്കാർ അഹാനയും സിന്ധു കൃഷ്ണയായിരിക്കും. ചിലപ്പോൾ അവർ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. അവിടെ ഒരു അമ്മൂമ്മയുണ്ട്, വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് ഒച്ചപ്പാട് ഉണ്ടാക്കും, നിങ്ങളത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങളതിന് ചെവി കൊടുക്കാൻ നിൽക്കണ്ട എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എല്ലാ ഹോം നേഴ്സും പാവങ്ങളാവണമെന്നില്ല. ചിലപ്പോൾ വായടച്ച് മിണ്ടാണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് തലയാട്ടി നിൽക്കുന്ന ഹോം നേഴ്സ് ഉണ്ടാവും. ചിലർ തിരിച്ചു പറയും. എല്ലാവരും എല്ലാം ഇപ്പോൾ ജീവിതകാലം മുഴുവൻ കേട്ട് സഹിച്ച് അയ്യോ അമ്മൂമ്മേ എന്ന് പറഞ്ഞ് നിൽക്കണം എന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാം ഡൈജസ്റ്റ് ആവണമെന്നില്ലല്ലോ. ചിലർക്കൊക്കെ അങ്ങ് കയറും, അവരെന്തേലൊക്കെ പറയും. അതിലിപ്പം അതുകൊണ്ട് അറിയില്ല. എന്തായാലും നിങ്ങൾ ഇത്രയും പ്രൂഫ് നിങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ച സ്ഥിതിക്ക് അങ്ങനെ എന്തെങ്കിലും പറയുന്ന പ്രൂഫ് ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചാൽ എന്തിനാ അതായിട്ട് ഇനിയിപ്പോൾ വേണ്ടാന്ന് വെക്കുന്നത്. എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. ഇതിപ്പോ എന്താ ഇവിടെ കളിയിൽ നടക്കുന്നത്? അഹാന ഇന്നലെ പൊക്കി പറഞ്ഞ ആളെ കുറിച്ച് അഹാന ആ നാറീനെ കല്യാണത്തിന് വിളിക്കില്ല, അങ്ങനെയല്ലേ പറഞ്ഞേ? ഇവരെ കല്യാണത്തിന് വിളിക്കില്ല എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ വന്ന് പറയുന്നു എന്താണ്, അതാണ് ഒരു സൈഡ്. കാരണം അഹാന ഈ സൈഡിൽ സ്നേഹിക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ അഹാന ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അഹാന അമ്മൂമ്മേനോട് പറഞ്ഞു നീ എൻ്റെ കാല് പിടിച്ചാൽ മാത്രമേ നിന്നെ കല്യാണത്തിൽ കയറ്റൂ എന്നുള്ളത്. എന്താ അഹാനയുടെ കല്യാണം എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട കല്യാണമാണോ? എന്തൊരു വൃത്തികെട്ട അവസ്ഥയാണ് ഇത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി ഇവർക്കെന്തോ കണ്ണകശനി പിടിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നുന്നു. കാരണം ഇവരുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ഇല്ലായിട്ടില്ലെങ്കിലും ഇതിലാകെ രക്ഷപ്പെട്ട ഒരു വിഷയത്തിലും ഇല്ലാണ്ട് പോകുന്ന ഒരാൾ ഇഷാനിയാണ്.
അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇഷാനീൻ്റെ ബിഹേവിയറിലുണ്ട്. റീസെൻ്റ്ലി ആണ് OCയുടെ ഒരു കോൺട്രവേഴ്സി വന്നത്. അതിന് മുമ്പ് സിന്ധു കൃഷ്ണ വന്നു, അതിന് മുമ്പ് കൃഷ്ണകുമാർ വന്നു. അഹാന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പോസ്റ്റ് കൂടെ ഓവർ അഭിനയം അത് ഇത് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇന്നാളെ എന്തോ ഒന്ന് കഴിച്ചതിൻ്റെ കുറേ ട്രോളും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇനി ആരുടെ ഗുരുത്വാകർഷണ ഫലമാണ് ഞാൻ ഗ്രാവിറ്റി ഇതൊക്കെ പറഞ്ഞുപോയി, എന്താണ് ആരുടെ ഒരു ഗുരുത്തക്കേട് കൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്ക് നടന്നും കമന്നും തിരിഞ്ഞും വളഞ്ഞും പൊങ്കാലകളാണ്. അതിനൊരു ലിമിറ്റും ഇല്ല. അത് പൂർവാധികം ശക്തിയോടുകൂടി ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. എത്രയൊക്കെ ആണെങ്കിലും എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു സ്റ്റാൻഡ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഫാമിലി വ്ളോഗേഴ്സിനോട് അല്ലെങ്കിൽ കുടുംബ വ്ളോഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഫാമിലി കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടരുത്. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു റിയൽ ലൈഫും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടതാണ് നിൻ്റെ റിയൽ ലൈഫ് കാണിക്കുക. എൻ്റെ റിയൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ ഞാൻ കാണിക്കും എന്ന് കരുതി ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു, അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തു, കുഞ്ഞമ്മ ഇങ്ങനെ ചെയ്തു ഞാൻ പറയില്ല. ഇനി അങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നാലും ഞാൻ അതിന് റിയാക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാവണടാ സ്റ്റാൻഡ്, അതാവണം. ഇവിടെ അതേ സംഭവിച്ചിട്ടുള്ളൂ. അഹാന ഒരു വീഡിയോയിൽ കൂടെ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു, അപ്പോൾ ഇരട്ടി വീഡിയോ ഇങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ലാസ്റ്റ് ഒരു ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ചു പറഞ്ഞത് അമ്മുമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു തന്നെ വിളിച്ചു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല, എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ. ഇവിടെ പറയും ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാണ്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവർ അങ്ങനെ അമ്മൂമ്മ പണ്ടത്തെ കാര്യം തൊട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അവിടെ അഹാനേനെ പഠിപ്പിച്ച കഥയിൽ വരെ ഈ വീഡിയോ അങ്ങ് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തുവാ പറയേണ്ട ഗൈസ്, നിങ്ങൾ തന്നെ പറയാം, എന്തുവാ പറയേണ്ടത്? എവിടെ നിന്ന് തുടങ്ങിയതാണ്, എവിടെ എത്തിയതാണ്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണോ നമ്മൾ കണ്ട മുഖം? ഇതാണോ നമ്മൾ കണ്ട ധാർമ്മിക സംസ്കാരം? ഇതാണോ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഏകദേശം കഥയുടെ ഒരു പോക്ക് ഇതാണ്. തൻവിയുടെ അമ്മയുടെ കേസിൽ അഹാന പറഞ്ഞൊരു സാധനത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം ഓഫ് കോഴ്സ് തൻവിയുടെ അമ്മ തൻവിനോട് എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റൂ, വേറെ ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. ആൻഡ് അമ്മൂമ്മയുടെ ഭാഗത്ത് ഓഫ് കോഴ്സ് തെറ്റുണ്ട്, അമ്മൂമ്മ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അമ്മൂമ്മ ഇവിടെ വന്ന് ഈ കരഞ്ഞ് കാണിക്കുന്ന എല്ലാം 100% ശരിയാണ് എന്നൊക്കെ പറയുന്നില്ല, കുറേയൊക്കെ അഭിനയം കാര്യമുണ്ട്. എന്നാലും വയസ്സായ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇങ്ങനെ ഒരു ടേം വിളിച്ചത് ശരിയായിട്ട് തോന്നുന്നില്ല. ആൻഡ് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു വയസ്സായ സ്ത്രീ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന്, അത് എന്ത് എന്ന് പറയാത്തിടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.